എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടെന്നൊരു ചോദ്യം ഞാൻ ചോദിക്കാം. LDF-നും UDF-നും ഇതൊരു പാരയായി മാറണോ? വളരെ തെളിച്ചു പറയാം. കേരളത്തിൽ നിന്ന് ഏറ്റവും വലിയ വ്യവസായം എന്ന് പറഞ്ഞ കയറ്റുമതി വ്യവസായമാണ്. അങ്ങനെയെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ UDF-നോടുള്ള കൈകോർക്കൽ വരുന്ന തെരഞ്ഞെടുപ്പില് മുസ്ലിം ലീഗും അവിടെയുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയും തുടർന്ന് UDF-നെ പിന്തുണയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് LDF അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയാണോ? അതായത് മൂന്നാം ഊഴത്തിന്റെ ഒരു സാധ്യതയുണ്ടോ? CPM-ന്റെ അടിസ്ഥാന വോട്ട് ആരുടേതാണ്? ഇപ്പോൾ നടത്തുന്ന പല എക്സസൈസുകളും ഈ അടിസ്ഥാന വോട്ട് രണ്ടും ഭരിക്കുന്ന കേരളവും കേന്ദ്രവും ഭരിക്കുന്നതിന്റെ അകത്ത് നിൽക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ തള്ളി പറയുന്നതായിട്ട് വന്നത് നമുക്ക് വേണമെങ്കിൽ കാണാം. ഞാൻ ആദ്യം സൂചിപ്പിച്ച മുസ്ലിമിന്റെ വോട്ടെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനായിരുന്നു. പക്ഷെ അവിടെ ഒരു ഡിവിഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു ചർച്ചയുമായി ഒലിവ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളിൽ അടക്കം നമുക്ക് സുപരിചിതരായിരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഡോക്ടർ ചാക്കോ കാളാപ്പറമ്പിലും ഷെവലിയാർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ സാറുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. രണ്ടുപേരെയും സ്വാഗതം ചെയ്യുകയാണ്. ചാക്കോ സാറിനും സെബാസ്റ്റ്യൻ സാറിനും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, വരുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ച് മുൻകാല തെരഞ്ഞെടുപ്പുകളുടെ ഒരു ആവർത്തനം തന്നെ ആയിരിക്കുമോ? ഇടത് വലത് എന്ന് പറയുന്ന സ്ഥിരം പല്ലവി തന്നെയാകുമോ? അഥവാ കറുത്ത കുതിരകൾ ഉണ്ടാകുമോ? 2020 പോലെയുള്ളവർ കേരളത്തിൽ കരുത്ത് തെളിയിക്കുമോ? NDA എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുമോ? ഒപ്പം ക്രൈസ്തവപക്ഷത്തു നിന്നുള്ള ചില സാമുദായിക സംഘടനകൾ തങ്ങളുടേതായ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിഗമനങ്ങളും അഭിപ്രായങ്ങളും അറിയുവാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഓക്കെ, ഒലിവ് ചാനല് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങിയതിൽ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാൻ ഇതിനോടനുബന്ധിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ ആദ്യമേ ഞാൻ സൂചിപ്പിക്കട്ടെ, കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലേറ്റി കൗൺസിലിന്റെ സെക്രട്ടറി എന്ന നിലയിലല്ല ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അത് അമുഖമായിട്ട് പറയേണ്ട സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. അതേസമയം ഇന്ത്യയിലെയും കേരളത്തിലെയും ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു പ്രതിനിധി, ഒരു പങ്ക് വഹിക്കുന്ന വ്യക്തി എന്ന നിലയിലും അതിനെ വിലയിരുത്താം. അതിനേക്കാൾ ഉപരിയായിട്ട് ആനുകാലികമായ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളെ കുറിച്ച് പഠിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലും എൻ്റെ അഭിപ്രായങ്ങളെ വിലയിരുത്താവുന്നതാണ്. പ്രധാനമായിട്ടും മുന്നണി സംവിധാനമാണ് കേരളത്തിൽ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഈ ഇടതുപക്ഷ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയായ CPM-ന്റെ സംഘടനാ സംവിധാനം ശക്തമാണ് എന്നുള്ള കാര്യത്തിൽ മുൻകാലങ്ങളിലും അത് തുടരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സമുദായ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ ഇന്നും അന്നും CPM-ന്റെ അടിസ്ഥാന സമുദായ വിഭാഗം എന്ന് പറയുന്നത് ഹൈന്ദവ സമുദായമാണ്. CPI-യെ സംബന്ധിച്ചിടത്തോളം സംഘടനയുണ്ട്, പക്ഷെങ്കിൽ ആ സംഘടനയിലേക്ക് പുതുതായിട്ട് വരുന്ന ആളുകൾ വളരെ വിരളമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുതുതായിട്ട് ആരും തന്നെ വരുന്നില്ല എന്നുള്ളതാണ് പല റിപ്പോർട്ടുകളിൽ നിന്നും, CPI ഒഴിച്ച് ബാക്കിയുള്ളവർ നൽകുന്ന റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ട് ഇപ്പോൾ നിലവിലുള്ളത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ്. മാണി ഗ്രൂപ്പിന്റെ നിലപാടുകൾ മുൻ വർഷങ്ങൾ പോലെ ആവർത്തിക്കുന്നില്ല എങ്കിൽ ഈ സംവിധാനത്തിൽ തന്നെ തുടരുവാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഒരു ക്രൈസ്തവ അംഗങ്ങളുടെ എണ്ണം കൊണ്ട് സമ്പന്നമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറയുന്നതിൽ എനിക്ക് മടിയൊന്നുമില്ല. പക്ഷെ ആ പാർട്ടിയിലേക്കും പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാലഘട്ടത്തില് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും അകലം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ക്രൈസ്തവ സമൂഹത്തിന്. നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. എക്കാലവും സഭ സ്വീകരിക്കുന്നു അത് തന്നെയാണ്. പക്ഷേ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മുൻകാലത്ത്, ഇപ്പോഴല്ല മുൻകാലത്ത് ഇടതുപക്ഷത്തോട് ചേർന്നപ്പോൾ അതിനെതിരെ ശബ്ദിച്ച സഭാ സംവിധാനവും നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോൾ കൂടുതൽ സമരസപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ആണ്. ഇതാണ് ശരിക്കുമുള്ള ഇടതുപക്ഷത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു വിശകലനമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി വലതുപക്ഷത്തേക്ക് പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള
ഒരു മുന്നണി, വലതുപക്ഷ മുന്നണി. പക്ഷെ അവരുടെ നേതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരം നൽകാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയം ഉണ്ട്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ വാളെടുക്കുന്നവരെല്ലാം നേതാവ് എന്നുള്ള ഒരു ലൈനിലേക്ക് വലതുപക്ഷ മുന്നണിയുടെയും കോൺഗ്രസ് നേതൃത്വവും മാറിയിട്ടില്ലേ എന്നുള്ള ഒരു ചിന്താഗതി സാധാരണ മനുഷ്യരുടെ ഇടയിൽ ഉണ്ട്. സംഘടനാ ലെവലില് അത് അത്രമാത്രം ഇന്ന് ശക്തമാണോ എന്നുള്ള ഒരു ബുദ്ധിമുട്ട്, ഒരു ആകാംക്ഷയുമുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഈ വലതുപക്ഷത്തെ വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടെന്ന് പറയുമ്പോൾ അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി വരുന്ന നിഗമനത്തിലേക്കാണോ സാർ പോകുന്നത്? ഇല്ലില്ല, അതിനെപ്പറ്റി ബോധ്യത്തോടുകൂടി റെസ്പോൺസ് ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനാണുള്ളത്. ഇനി കോൺഗ്രസ്, ഈ വലതുപക്ഷ മുന്നണിയുടെ പ്രധാന കക്ഷി കോൺഗ്രസ് എന്ന് ഞാൻ പറയുമ്പോൾ അടുത്ത പ്രധാനപ്പെട്ട കക്ഷി മുസ്ലിം ലീഗാണ്. ലീഗിന് പഴയ ശക്തിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുസ്ലിംസിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് അത് മാറി. മുസ്ലിം സമുദായത്തിനിടയിൽ പല പ്രമുഖ സംഘടനകളും സ്വാധീനം ചെലുത്തുന്ന ഒരു തലങ്ങളിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പക്ഷേ ഈ വലതുപക്ഷ മുന്നണിക്കകത്ത് കോൺഗ്രസിനെ പോലും കൺട്രോൾ ചെയ്യാവുന്ന ഒരു കേന്ദ്രമായിട്ട് മുസ്ലിം ലീഗ് മാറിയിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ഇനി അതിനകത്തുള്ള മറ്റൊരു ഘടകകക്ഷി കേരള കോൺഗ്രസ് ആണ്. കേരള കോൺഗ്രസ് വളരെ ശക്തമായ ഇതിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള അഭിപ്രായം, അത്ര വലിയ അഭിപ്രായം എനിക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. അതിന്റെ ഒരു ഭാഗം, ഒരു ഘടകകക്ഷിയുടെ ഭാഗം എന്ന നിലയിൽ മാത്രമേ ഉള്ളൂ. ഇതാണ് രണ്ട് മുന്നണികളുടെയും ഇപ്പോഴുള്ള ഒരു അവസ്ഥ. ഇനി മൂന്നാമത്തെ മുന്നണി, അത് BJP നേതൃത്വ മുന്നണിയാണ്. അതിനകത്ത് ഘടകകക്ഷികൾ വളരെ ദുർബലരാണ് എന്നുള്ളത് അറിയാം. BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ബലത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന BJPയുടെ സംഘടനാ സംവിധാന സെറ്റപ്പിൽ ഒരു ചെറിയ മാറ്റം വന്നത് അല്പം പ്രതീക്ഷ നൽകുന്നതാണ്. BJPക്ക് ഒരു രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡർഷിപ്പ് ഒരു സാധാരണക്കാരും ഇടത്തരക്കാരും യുവാക്കളും ഇടയില് അല്പം പ്രതീക്ഷ നൽകുന്ന ഒരു വസ്തുതയാണ്. പക്ഷെ അത് എത്രമാത്രം പോകും എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. 54.9% ഹൈന്ദവരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷെ ഹൈന്ദവ സമുദായത്തിന്റെ എത്രമാത്രം പിന്തുണ BJPക്ക് ഉണ്ട് എന്നുള്ളതും ചിന്തിക്കേണ്ട കാര്യമാണ് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ. അവരുടെ അടുത്ത നാളിലാണല്ലോ, അധികം നാളായില്ല ഒരു ലീഡർഷിപ്പിൽ വന്ന മാറ്റം എന്നുള്ളത്. അത് എത്രമാത്രം ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യതയായിട്ട് ഇപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. ലീഡർഷിപ്പിൽ ഒരു മാറ്റം എന്ന് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനപരമായിട്ട് അത് ഗ്രാസ് റൂട്ട് ലെവൽ പാർട്ടിക്കുള്ളിൽ എങ്ങനെ എഫക്റ്റീവ് ആകുന്നു എന്നുള്ളതും മറ്റ് വിവിധ സമുദായങ്ങളും സംഘടനകളും പ്രസ്ഥാനങ്ങളും പൊതുജനവും അതിനെ എങ്ങനെ കാണും എന്നുള്ളതിനെ കുറിച്ചും കൂടെ വിലയിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട്. പക്ഷേ ആ ഒരു റീച്ചിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാന് ഇപ്പോഴത്തെ ലീഡർഷിപ്പിനും ഇതുവരെയും സാധിച്ചിട്ടില്ല. നാളെ സാധിക്കാം എന്നുള്ളൊരു പ്രതീക്ഷ പല കോണുകളിൽ നിന്നും വരുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. ഡോക്ടർ ചാക്കോയോടൊന്ന് ചോദിക്കും. ചാക്കോ സാറേ, ഇത് ഈ NDA ഉണ്ടായിരിക്കുന്ന നേതൃത്വ മാറ്റം, പ്രത്യേകിച്ച് ഷോൺ ജോർജിനെ പോലുള്ളവരുടെ സാന്നിധ്യം LDFനും UDFനും ബദലായിട്ട് കേരള രാഷ്ട്രീയത്തില് മാറി ചിന്തിക്കാൻ കേരളത്തിലെ വോട്ടർമാരെ പ്രേരിപ്പിക്കുമോ? ഓക്കെ, മിസ്റ്റർ ജെറാർഡ്, താങ്കള് ഈ ഒരു ചാനലിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങളും അതുപോലെ ജനങ്ങൾക്ക് ചിന്തിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ആശയങ്ങൾ സമൂഹത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ ഒരു പരിപാടിയെ ഞാൻ ആദ്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാണ്. അതോടൊപ്പം ഞാനും ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നത് ഏതെങ്കിലും ഒരു ഔദ്യോഗിക സ്ഥാനത്തിരുന്നുകൊണ്ടല്ല, മറിച്ച് വ്യക്തിപരമായിട്ട് നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ നിരീക്ഷണങ്ങളും ഒക്കെ പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. സഭയിലും വിധാനത്തിന്റെ ഭാഗമായി പലപ്പോഴും പല ഉത്തരവാദിത്തങ്ങളുണ്ടെങ്കിലും ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്ത ബോധത്തിൽ നിന്നുകൊണ്ടല്ല ഞാൻ ഇത് പറയുന്നതെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങിയാണ്. നമ്മളെ ഇപ്പൊ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. ഇപ്പോഴത്തെ കേരളത്തിലെ NDA മുന്നണി ശക്തി പ്രാപിച്ചു വരുന്നു, അല്ലെങ്കിൽ അതിന്റെ നേതാക്കന്മാരൊക്കെ സ്വീകാര്യരായി വരുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അവിടെ NDA മുന്നണി കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി, അതുപോലെ തന്നെ 20ഓളം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിക്ക് തീർച്ചയായിട്ടും അസ്പൃശ്യത കൽപ്പിക്കേണ്ട അല്ലെങ്കിൽ ഒരു നീക്കി നിർത്തേണ്ട കാര്യമില്ല എന്ന് ജനങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ചിലപ്പം മാറ്റങ്ങൾ സംഭവിക്കാം. അത് അവരുടെ ഒരു പൊളിറ്റിക്സ് ആണ്. തീർച്ചയായിട്ടും അത് വേണ്ട വിധത്തിൽ അവരെ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവും. പക്ഷെ പ്രയോജനപ്പെടുത്താൻ മതിയായ കാരണങ്ങൾ വേണമെങ്കിൽ അവർക്ക് നിരത്താൻ എനിക്ക് തോന്നുന്നു. കാരണം
നമ്മൾ നോക്കുക, കേരളത്തിന്റെ വികസനവും മറ്റ് സംസ്ഥാനങ്ങളുടെ വികസനവും നമ്മളൊന്ന് കമ്പയർ ചെയ്യുക. ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി കേരളത്തിലെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ പോലും ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് പിന്നാമ്പുറം കിടക്കുകയാണ്. ഒരു നല്ല റോഡ് പോലും നമുക്ക് ഇന്ന് ശരിയാവണം ആയിട്ടില്ല. അതൊക്കെ വരുന്നതേ ഉള്ളൂ ഇനിയും. അപ്പൊ നമ്മളിവിടെ വികസനത്തെക്കുറിച്ചും സമ്പൂർണ്ണ സാക്ഷരതയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ കേരളത്തിന്റെ വ്യാവസായിക തലത്തിലും മറ്റ് അടിസ്ഥാന വികസന സൗകര്യങ്ങളുടെ കാര്യത്തിലും അതുപോലെ തന്നെയുള്ള ബിസിനസ് മേഖലകളിലും ഒക്കെ ഉണ്ടാകുന്ന വളർച്ച എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ പിന്നോക്കാവസ്ഥയാണ്. നമ്മളിവിടെ എത്ര തള്ളൽ നടത്തിയാലും എത്ര കൊട്ടിഘോഷിച്ചാലും ഇത് വസ്തുതയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, വിദ്യാസമ്പന്നമായ ഒരു സമൂഹം ഇവിടെയുണ്ട്. അവരപ്പോൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഇങ്ങനെ മുന്നേറി പോകുമ്പോൾ കേരളം പോലുള്ള സമ്പൂർണ്ണ സാക്ഷരതയുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനം ഇപ്പോഴും ഈ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന, ഒരു അണ്ടർ ഡെവലപ്ഡ് അവസ്ഥയിൽ നിൽക്കുന്നതെന്ന് ചിന്തിച്ചാൽ ആ തരത്തിലുള്ള ചിന്തയ്ക്ക് മറുപടിയായിട്ട് അതിനെ വേണ്ട വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുവാനും അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളും അത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചിന്താധാരകളും കൊടുക്കുവാനും കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കില്ല എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. പക്ഷെ ഒരു വസ്തുതയുണ്ട്. അതിപ്പോ ഞാൻ ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്രൈസ്തവ പീഡനം എന്ന് പറഞ്ഞൊരു വസ്തുത, തീർച്ചയായിട്ടും അത് ഡയലോഗുകൾ വഴി നമ്മൾ അത് ഒഴിവാക്കിയെടുക്കാൻ നമ്മൾ നിർബന്ധിതരാകണം. എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം, കഴിഞ്ഞ ഒരു 3-4 പതിറ്റാണ്ടുകളായിട്ട്, 2-3 പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ മതസംവാദങ്ങളില്ല. ഇവിടെ ഇത്തരത്തിലുള്ള മതങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോ, ഇന്ന് മതത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ പാർട്ടികൾ രൂപപ്പെട്ടു വരികയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള രാഷ്ട്രീയ ചിന്താധാരകൾ പ്രബലപ്പെടുകയും ചെയ്യുമ്പോൾ, ഇപ്പൊ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ പാർട്ടികൾ എന്താണ് മതങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഹിഡൻ അജണ്ടയിലാണ്, അല്ലെങ്കിൽ മറച്ചു വെച്ചുകൊണ്ടാണ്. ഒരു കാൻഡിഡേറ്റിനെ തീരുമാനിക്കുമ്പോൾ അവിടുത്തെ ഭൂരിപക്ഷ സമുദായം ഏതാണെന്ന് നോക്കി തന്നെയാണ് അവർ തീരുമാനിച്ചിരുന്നത്. പക്ഷെ നമുക്ക് അതറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. എന്നാൽ അത് മറയ്ക്കപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പോൾ BJP പോലുള്ള ഒരു ഭരണ സംവിധാനം ഒരു മതത്തിന്റെ തന്നെ സ്വാധീനത്തിൽ നിന്നുകൊണ്ട് അവര് മതത്തെ കൂടെ രാഷ്ട്രീയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ അവർ പരസ്യമായിട്ട് ആ കാര്യം പറയുന്നു. പക്ഷെ മറ്റുള്ളവരെല്ലാം രഹസ്യമായിട്ട് ഈ കാര്യം ചെയ്യുന്നു. എല്ലാവരുടെയും ഉള്ളിലെ പ്രവർത്തനങ്ങൾ വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ്. കാരണം മതത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇവരെല്ലാവരും. അപ്പൊ വാസ്തവത്തില് അത് നമ്മൾ കാണാതെ പോകരുത്. അങ്ങനെയെങ്കിൽ ഇവിടെ വി സി സെബാസ്റ്റ്യൻ സാർ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, വാളെടുക്കുന്നവർ വെളിച്ചപ്പാടെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒന്നിലധികം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ, സ്ഥാനമോഹികൾ ഉള്ളത് കോൺഗ്രസിന്റെ വരുന്ന തെരഞ്ഞെടുപ്പിലെ സാധ്യതയെ കുറയ്ക്കുമോ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കേഡർ സ്വഭാവം എന്ന് പറയുന്നത് പലപ്പോഴും ഇല്ലല്ലോ. അതേസമയത്ത് മറ്റ് 2 പ്രസ്ഥാനങ്ങൾക്ക്, മുന്നണികളുടെ നേതൃത്വം കൊടുക്കുന്നവർക്ക് ആ കേഡർ സ്വഭാവമുണ്ട്. അതിന്റെ പോരായ്മകൾ കോൺഗ്രസ് നല്ലതുപോലെ ഉണ്ട് താൻ. അവിടെ പലപ്പോഴും ചിലപ്പോൾ കെട്ടിയിറക്കുന്ന നേതാക്കന്മാരായി വരുന്ന സാഹചര്യമുണ്ട്. അത് സ്വാഭാവികമായിട്ട് അവിടെ സംഭവിക്കുന്നതാണ്. പക്ഷെ കോൺഗ്രസിന്റെ ഈ മുന്നണി രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ നിലപാടുകൾ, അത് കോൺഗ്രസിന്റെ എടുത്താലും ഇവിടുത്തെ LDFന്റെ എടുത്താലും ആ നിലപാടുകൾ നമ്മൾ ചർച്ച ചെയ്യണം. ഇതുപോലുള്ള വേദികളിൽ ചർച്ച ചെയ്യണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഇപ്പൊ നമ്മള് താങ്കൾ ചോദിച്ചുകൊണ്ട് അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, ക്രൈസ്തവ സമുദായത്തിന്റെ ഈ ഭരണമുന്നണികളിലെ, ഭരണമായാലും പ്രതിപക്ഷ മുന്നണിയായാലും, അവരിലൂടെ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അവകാശങ്ങളോ നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഞാനൊരു ഉദാഹരണം, 2 ഉദാഹരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. EWS സംവരണം വന്നതിന്റെ അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് സംവരണേതര വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവ വിഭാഗത്തിന്റെ ഒരു നല്ലൊരു ശതമാനം. അവർക്ക് അത് കൊടുക്കരുത് എന്ന് പറയാനാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി, അതിന്റെ ലീഡർ പാർട്ടി അല്ലെങ്കിൽ ലീഡിംഗ് പാർട്ടി ഇപ്പോൾ സ്റ്റാൻഡ് എടുക്കുന്നത്. അത് ആർക്ക് അനുകൂലമായിട്ടാണ്? 80-20 അനുവാദ സ്കോളർഷിപ്പ് വന്നപ്പോൾ നമ്മൾ കണ്ടത് ഇതാണ്. 80 അനുവാദ സ്കോളർഷിപ്പ് അത് അനീതിയാണെന്ന് ഹൈക്കോടതി വിധിച്ചപ്പോൾ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ അപ്പീലിന് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. വാസ്തവത്തിൽ നമ്മുടെ കൂടെ നികുതിപ്പണം എടുത്തുകൊണ്ടാണ് അപ്പീലിന് പോകുന്നതെന്ന് നമ്മൾ ഓർക്കണം. അവിടെ കാണിക്കുന്ന ഒരു ഇരട്ടത്താപ്പ്. അതിനെതിരെ നീതി നടപ്പാക്കി കൊടുക്കണം, ഹൈക്കോടതി വിധി അനുസരിച്ച് ഈ സമുദായത്തിന് നീതി നടപ്പാക്കി കൊടുക്കണം എന്ന് പറയാൻ ഇവിടുത്തെ പ്രതിപക്ഷവും ഇല്ലിങ്ങല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പരിസ്ഥിതി വിഷയങ്ങൾ എടുത്താലും വഖഫ് വിഷയം എടുത്താലും അതുപോലെ ഇതുപോലുള്ള വന്യമൃഗ വിഷയങ്ങൾ എടുത്താലും JB കോശി കമ്മീഷൻ എടുത്താലും EWS എടുത്താലും 80-20 വിഷയങ്ങൾ എടുത്താലും ഇതൊക്കെ ഈ സമുദായം നേരിട്ട് അനുഭവിക്കുന്ന, ഈ സമുദായം മാത്രം അനുഭവിക്കുന്നതല്ല പരിസ്ഥിതി വിഷയങ്ങളും എനിക്ക് തോന്നുന്ന വഖഫ് വിഷയവും അതുപോലെ വന്യമൃഗവും. എങ്കിൽ പോലും അതില് ഇവിടുത്തെ ഭരണ പ്രതിപക്ഷങ്ങളുടെ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളത് അറിയണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജനങ്ങൾ മാറി ചിന്തിക്കാൻ കാരണമാകുന്ന വിധത്തിൽ ഭരണം ആ തരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്ന് പറയാൻ കാരണം. ഇവിടെയാണ് ക്രൈസ്തവർ തീരുമാനമെടുക്കുന്നത്. ഇടതുപക്ഷം ഇത്തരം നിലപാട് ഇങ്ങനെയാണ്, വലതുപക്ഷം ഇത് ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്തിനു പറയുന്നത്? BJP പോലും മിണ്ടിയിട്ടില്ല ഇതുവരെയായിട്ടും. സർക്കാർ ഇടപെടലുകൾ വേണമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടെ ക്രൈസ്തവര് തെരഞ്ഞെടുപ്പുകളിൽ പ്രതികരിക്കുന്നില്ലെങ്കിൽ ഇതിങ്ങനെ അങ്ങ് നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ, അവഗണനകള്,
വികസനമില്ലായ്മ, ഇതെല്ലാം LDF-നും UDF-നും ഒരു രാഷ്ട്രീയ പാരയായി മാറുമോ? മാറി ചിന്തിപ്പിക്കാൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരള ജനതയെ, വോട്ടർമാരെ പ്രേരിപ്പിക്കുമോ? ഈ ഒരു രാഷ്ട്രീയ ചോദ്യം കൂടെ ഞാൻ ചോദിക്കുക. ഞാൻ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അറിയാം. അതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ വഖഫ് നിയമം, അതിനെതിരെ ഇവിടെ എനിക്ക് തോന്നുന്നത് പ്രതിപക്ഷ കക്ഷികളെല്ലാം സുപ്രീം കോടതിയിലേക്ക് പോയി. മുസ്ലിം ലീഗിന്റെ അത് ബാധിക്കുന്നു. 80-20 വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ ഒരു MP ആണ് അവിടെ സുപ്രീം കോടതിയിൽ വാദിക്കാനായിട്ട് പോയിരിക്കുന്നത്. ഇവരെല്ലാം അതിന്റെ അനുകൂലമായി നിൽക്കുന്നു, പ്രതിപക്ഷത്തൊന്നും പറയുന്നില്ല. പക്ഷെ ഇപ്പൊ വന്ന നിർബന്ധിത മതപരിവർത്തന നിയമം ഉണ്ടല്ലോ ജെറാർഡ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആ നിർബന്ധിത മതപരിവർത്തന നിയമം, നമ്മൾ ആരും നിർബന്ധിത മതപരിവർത്തനം അനുകൂലിക്കുന്നവരല്ല. പക്ഷേ നിർബന്ധിത മതപരിവർത്തനത്തിന്റെ പേരിൽ മനപരിവർത്തനങ്ങളെ പോലും, മനുഷ്യന്റെ ഫ്രീഡത്തെ പോലും ഖനിക്കുന്ന വിധത്തിൽ വിഷയമുണ്ടായിട്ട് ആ വിഷയത്തിനെതിരെ എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടെന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ ആരോടാണ് താല്പര്യം എന്നുള്ളത് വ്യക്തമാണ്. അതിനെതിരെ എത്ര പേര് പോയിട്ടുണ്ട്? അതേസമയത്ത് ഈ വഖഫ് നിയമത്തിന്റെ പേര് പറഞ്ഞു പോകുന്നുണ്ട്, 80-20 പറഞ്ഞ് അത് അനീതി നടപ്പാക്കണമെന്ന് പറഞ്ഞു പോകുന്നുണ്ട്, EWS കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇത്തരം വിഷയങ്ങൾ ചെയ്യിപ്പിക്കാൻ എന്തുകൊണ്ട് ഇവിടെ തയ്യാറാകുന്നില്ല? സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളെ എതിർക്കേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, രാജ്യത്തോട് കൂറുള്ള, ജനങ്ങളോട് കടപ്പാടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമല്ലേ? അത് ചെയ്യുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ജനങ്ങൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട സമയമാണിത്, ജനങ്ങൾ അറിയേണ്ട സമയമാണ്. അത് തിരുത്തുവാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുകയും അവരതിന് മുന്നോട്ട് വരികയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ജനങ്ങൾ മാറി ചിന്തിക്കും. അതായത് വികസനമില്ലായ്മ, മറ്റു സ്റ്റേറ്റുകളുമായിട്ട് അപേക്ഷിച്ചുള്ള വികസനമില്ലായ്മ, അതുപോലെ തന്നെ ക്രൈസ്തവ ന്യൂനപക്ഷം ഫേസ് ചെയ്യുന്ന അവഗണന, ഇതെല്ലാം കൂടെ കൂട്ടിക്കലർന്നുകൊണ്ട് മാറി ചിന്തിക്കുവാൻ വോട്ടർമാരെ പ്രേരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ചോദ്യം. ഇല്ല, ഇതുപോലുള്ള വിഷയങ്ങള് ക്രൈസ്തവർ ഉൾപ്പെടുന്ന സമുദായങ്ങള് ഗൗരവമായിട്ട് എടുക്കണം എന്നുള്ളതാണ് ചാക്കോസാറിനോടൊപ്പം ചേർന്ന് എനിക്ക് പറയാനുള്ളത്. ഇതൊന്നും ഗൗരവമായിട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ചകളിലേക്ക് വരുന്നില്ല. ജനാധിപത്യത്തെ അവഹേളിക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നാം അധപ്പതിച്ചിരിക്കുന്നുള്ളത്. കേരളത്തിന്റെ വ്യവസായത്തെ കുറിച്ച് എത്ര പേര് ചർച്ച ചെയ്യാറുണ്ട്? കേരളത്തിൽ എത്രമാത്രം വ്യവസായമായിട്ട് കേരളത്തിൽ വളർച്ച ഉണ്ടായിട്ടുണ്ട്? ആരെങ്കിലും അനലൈസ് ചെയ്യുന്നുണ്ടോ? വളരെ തെളിച്ചു പറയാം, കേരളത്തിൽ ഇന്ന് ഏറ്റവും വലിയ വ്യവസായം എന്ന് പറഞ്ഞാൽ കയറ്റുമതി വ്യവസായമാണ്. കേരളത്തിൽ നിന്ന് വലിയ കയറ്റുമതി നടക്കുന്നുണ്ട്. മനുഷ്യനെ കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും വലിയ വ്യവസായം. കാരണം ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യമാണ്. അതായത് രാഷ്ട്രീയമായ ഒരു അടിമത്തം, രാഷ്ട്രീയമല്ല, പാർട്ടിയും വല്ലാതെ രക്തത്തിൽ അലിഞ്ഞുപോയ ഒരു ജനതയാണ് എന്ന് ഓൾറെഡി രണ്ടുപേരും സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണല്ലോ വികസനപരമായിട്ട് പിന്നോക്കം നിൽക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് 2020-ക്കോ അതല്ലെങ്കിൽ വ്യക്തിപരമായ കറുത്ത കുതിരകൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ? അങ്ങനെ പ്രതീക്ഷിച്ച വകയുണ്ടോ? അല്ല, ആ ലെവലിലേക്കൊന്നും, ഒരു ലൈനിലേക്ക് പോകുന്ന ഒരു ചിന്തിക്കുന്ന ജനവിഭാഗം കേരളത്തിൽ ഇന്ന് കുറവാണ്. വളരെ കുറഞ്ഞുപോയി. 2020-ക്ക് എന്തായാലും വരുമെന്നല്ല ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകാനുള്ള ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൽ ചിന്ത സാധാരണ വോട്ടർമാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടോ? രണ്ട് മുന്നണിയുടെ കാര്യത്തിലും നിരാശ ബാധിച്ചിട്ടുള്ള ഒരു ജനവിഭാഗം തന്നെയാണ് കേരളത്തിലുള്ളത്, യാതൊരു സംശയവുമില്ല, ഇരു മുന്നണികളെയും. എന്നാൽ മൂന്നാമത്തെ മുന്നണിക്ക് ഒരു പ്രതീക്ഷ നൽകാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും നിലവിലില്ല. ഇതാണ് അവസ്ഥ. അപ്പൊ എവിടെ പോകും? കേരളത്തിലെ രാഷ്ട്രീയ രംഗം എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 65 തൊട്ട് മുകളിൽ പ്രായമുള്ള വയസ്സായ ആൾക്കാരുടെ വയസ്സാങ്കാലത്തെ ഒരു തമാശയ്ക്ക് അപ്പുറത്തേക്ക് മുഖവിലക്കെടുക്കാൻ സാധിക്കത്തില്ലാത്തൊരു സാഹചര്യമാണ്. ഒരു ഡ്രീം ചെയ്ത് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു യുവത്വത്തിന്റെ ഒരു ആക്ടിവിസം ഇവിടെ എവിടെയാണുള്ളത്? 2047 കേരളം എങ്ങനെ വേണമെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ, ഒരു ലീഡർഷിപ്പിന്റെ അഭാവം കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേരളത്തിലെ ഏറ്റവും വലിയ ഒരേ ഒരു വ്യവസായം മാത്രമേ കേരളത്തിലുള്ളൂ, കേരളത്തിലെ ആൾക്കാരെ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. നമുക്കൊരു കൺക്ലൂഷനിലേക്ക് പോകുമ്പോൾ എനിക്ക് വീണ്ടും ചോദിക്കാന്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDF-നായിരുന്നല്ലോ. ആ UDF-ന് കിട്ടിയ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയും ആ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കാന്തപുരത്തിന്റെ ചില പ്രസ്താവനകളും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുന്നു കൂട്ടുകയാണ്. അങ്ങനെയെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ UDF-നോടുള്ള കൈകോർക്കൽ വരുന്ന തെരഞ്ഞെടുപ്പില് മുസ്ലിം ലീഗും അവിടെയുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയും തുടർന്ന് UDF-നെ പിന്തുണയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് LDF അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയാണോ? അതായത് മൂന്നാം ഊഴത്തിന്റെ ഒരു സാധ്യതയുണ്ടോ? ഒറ്റ വാക്കിൽ ചോദിച്ചാൽ. ഇല്ല, അതിനെ നമ്മൾ പല രീതിയിൽ അതിനെ കാണേണ്ടതാണ്. ഒന്ന്, LDF-ന്റെ മുഖ്യ കക്ഷിയായ CPM-ന്റെ അടിസ്ഥാന വോട്ട് ആരുടേതാണ്? അടിസ്ഥാന വോട്ട് ഹൈന്ദവ കമ്മ്യൂണിറ്റിയുടേതാണ്.
ഹൈന്ദവ കമ്മ്യൂണിറ്റി വോട്ടാണ് LDFന്റെ അടിസ്ഥാന വോട്ട്. ഇപ്പോൾ നടത്തുന്ന പല എക്സസൈസുകളും ഈ അടിസ്ഥാന വോട്ട് BJPയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. SNDPയുടെ വെള്ളാപ്പള്ളി നടേശൻ ആർക്കനുകൂലമായിട്ടാണ് പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത്? എവിടെ നിൽക്കുന്നു? ഒരു വശത്ത് ചിന്തിക്കുക. പക്ഷെ മകൻ BJPയുടെ കൂടെയാണ് നിൽക്കുന്നത്. ഒരപ്പനും മകനും ഒരേ സമുദായത്തിലുള്ള രണ്ട് ഇതിൽ നടന്ന് ഡബിൾ റോഡ് പ്ലേ ചെയ്യുന്നതിനെ കുറിച്ച് ആ രണ്ടും ഭരിക്കുന്ന കേരളവും കേന്ദ്രവും ഭരിക്കുന്നതിന്റെ അകത്ത് നിൽക്കുകയാണ്. ഇനി അതാണ് പിന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ പ്രമുഖ പാർട്ടിയായ CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാന വോട്ട് ഹൈന്ദവ വോട്ടുകളാണ്. ആ ഹൈന്ദവ വോട്ടുകൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു രാഷ്ട്രീയമായിട്ട് വേണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളി പറയുന്നതായിട്ട് വന്നത് നമുക്ക് വേണമെങ്കിൽ കാണാം. പക്ഷേ പണ്ട് ഒരു 15 വർഷം മുമ്പുണ്ടായിരുന്ന കേരള പൊളിറ്റിക്സിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച മുസ്ലിമിന്റെ വോട്ടെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനായിരുന്നു. പക്ഷെ അവിടെ ഒരു ഡിവിഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി CPMന് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് പരമാർത്ഥമാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും സ്വാഭാവികമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് പിന്നെ UDFനെ സപ്പോർട്ട് ചെയ്തതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം LDFും UDFും അവർക്ക് ആ രണ്ട് മുന്നണികളിലും ഇവരുടെ സ്വാധീനങ്ങൾ ഇന്ന് മുൻപുള്ളതിനേക്കാൾ വളരെ ശക്തമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് പരമാർത്ഥം. എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ സാറിന്റെ കൂടെ ചേർത്ത് വെക്കുകയാണ്. അതായത് ഞാൻ കേരളത്തിന്റെ കേസിൽ പ്രത്യാശയോടെ കാണുകയാണ്. കാരണം നമ്മുടെ ഇവിടെ ഒരു സമൂഹമുണ്ട്, അത് നമുക്കറിയാം. അതായത് തലേദിവസം രാത്രി കറണ്ട് ഇല്ലെങ്കിൽ പിറ്റേ ദിവസം അതിനെതിരെ പോയി വോട്ട് ചെയ്യുന്ന ഒരു സമൂഹമുണ്ട്, ഭരണവികാരത്തിനെതിരെ. അങ്ങനെ ഉണ്ടെങ്കിലും കുറെ കൂടെ വിവേകത്തോടെ ചിന്തിക്കുന്ന നിഷ്പക്ഷമതികളായ ഒരു വലിയ സമൂഹം മറുവശത്ത് നിൽക്കുന്നുണ്ട്. അവർ ആ തരത്തിൽ പല കാര്യങ്ങളെയും ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കിഴക്കമ്പലത്ത് 2020 വിജയിച്ചപ്പോ അവിടെ LDFും UDFും ശക്തമായിരുന്നല്ലോ അതിനു മുമ്പ്. ഈ LDFനെയും UDFനെയും അട്ടിമറിച്ചുകൊണ്ടാണല്ലോ ഇവർ വരുന്നതും അവരവിടെ ഒരു ജനോപകാരപ്രദമായ ഭരണം കാഴ്ചവെക്കുന്നതും. അപ്പൊ അവിടെ മാറ്റങ്ങൾ പല പഞ്ചായത്തുകളിലും മാറ്റങ്ങൾ ഉണ്ടായില്ലേ? അത്തരത്തിൽ എനിക്ക് തോന്നുന്നത് ചിന്തിക്കുന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. എല്ലാ ജനങ്ങളുടെയും ഉള്ളിൽ ഒരു വാസ്തവതയുണ്ട്, അത് പാർട്ടിക്കാരാണെങ്കിൽ അടക്കം. അതായത് ഈ പോകുന്ന പോക്ക് ശരിയല്ല, ഈ രീതി ശരിയല്ല. ഇത് ഈ രാഷ്ട്രീയ സംവിധാനങ്ങളും മുന്നണികളും ആളുകളെ കബളിപ്പിക്കുകയാണ്. ഓരോന്ന് പറഞ്ഞ് സമുദായങ്ങളെ കബളിപ്പിക്കുകയാണ്, ആളുകളെ കബളിപ്പിക്കുകയാണ്, സംസ്ഥാനത്തെ കബളിപ്പിക്കുകയാണ് എന്നുള്ളത്. നിങ്ങൾ രണ്ടുപേരുടെയും വിലയിരുത്തലുകളും നിഗമനങ്ങളും വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഒരു നേതൃത്വത്തിന്റെ അഭാവം, ഒരു നേതൃത്വം ഉയർന്നു വരേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഒരു പാർട്ടി സംവിധാനം, ബദലായ ഒരു പാർട്ടി സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട്. മാറ്റത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും ഞാൻ വരികൾക്കിടയിൽ വായിച്ചെടുക്കുന്നത് മാറ്റം വരുമെന്ന് ഉറപ്പ് പറയുവാൻ സാധ്യമല്ലാത്തൊരവസ്ഥയുണ്ട് എന്നുള്ള ഒരു രാഷ്ട്രീയമായ ഒരു അവ്യക്തത നിലനിൽക്കുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് കൂട്ടിയോജിപ്പിച്ചാൽ, അതായത് മാറ്റത്തിനുള്ള എല്ലാ സാധ്യത ഉള്ളപ്പോഴും വേണ്ട രീതിയിൽ അത് പരുവപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ. മാറ്റത്തിനുള്ള സാധ്യതകൾ ഉണ്ട്, പക്ഷെങ്കിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റത്തിന് വേണ്ടി ശ്രമിക്കേണ്ട ഒരു നല്ല ഒരു ഏജിലുള്ള യുവജനങ്ങള് അവര് ഈ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ നിന്നും ഈ ഭരണമേഖലയിൽ നോക്കി അകന്നുപോയി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വോട്ടിംഗ് ശതമാനം കുറയുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ സാറിനോട് ചേർത്ത് വായിക്കുന്നത് സംശുദ്ധ രാഷ്ട്രീയമോ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള രാഷ്ട്രതന്ത്രജ്ഞതയോ അല്ല, കേവലം പാർട്ടിയമാണ്. രാഷ്ട്രീയത്തെ പാർട്ടിയുമായിട്ട് അതപ്പതിച്ചുകൊണ്ട് പാർട്ടികളുടെ കുട്ടി സംഘങ്ങളായിട്ട് കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചോറ് വാങ്ങിക്കുന്ന അവസ്ഥയിലേക്ക് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ മാറിയത് കൊണ്ടാണ് ഈ അകൽച്ചയുണ്ടായത്. അതേസമയത്ത് അത് സംശുദ്ധമായി പോകുന്ന ഒരു സംവിധാനമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ യുവജനങ്ങളും അതിലേക്ക് ആകർഷിക്കപ്പെട്ടേനെ. മറ്റൊന്ന്, അവർക്കിവിടെ നിലനിൽപ്പിന്റെ ഒരു രാഷ്ട്രീയമില്ല. അവരുടെ കാര്യത്തിലൊന്നും ഇവരെ ആർക്കും ശ്രദ്ധയില്ല. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകുക. ഇവിടെ ഇപ്പൊ നമുക്ക് ഡിഗ്രി കഴിഞ്ഞു, അല്ലെങ്കിൽ കഴിഞ്ഞു 10,000-10,000 രൂപയുടെ ഒരു ജോലി കിട്ടി, എങ്ങനെ ഞാൻ ജീവിക്കും? അതിനിടയ്ക്ക് ഈ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പ്രതിഷേധങ്ങളും സമരങ്ങളും പ്രതിലോമ ശക്തികളും എല്ലാം സജീവവുമാണ്. അപ്പൊ അവർ മാനസികമായിട്ട് അസ്വസ്ഥരാണ്. കിട്ടുന്ന പണത്തിന് വിറ്റിട്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ട് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജീവിക്കാമല്ലോ എന്നുള്ള ചിന്താധാര പോലും അവരിൽ ജനിപ്പിച്ചത് ഇവിടുത്തെ ഈ രാഷ്ട്രീയ തിമിരങ്ങളും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ അപ്രമാദിത്വങ്ങളും ഈ രാഷ്ട്രീയ ക്ഷുദ്രശക്തികളുമാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയുമോ? കൺക്ലൂഷൻ, ഇവിടെ പറയുന്ന NDA മുന്നണിയിൽ
മുന്നണിയിൽപ്പെട്ടവർക്ക് കൂടുതൽ സീറ്റുകൾ ഉണ്ടാകുമോ? 2020 എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമോ? അതല്ല കൂടുതൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഉയർന്നു വരുമോ? പക്ഷേ ആസ് എ കൺക്ലൂഷൻ വരുന്ന തെരഞ്ഞെടുപ്പിനെ ഒന്ന് എങ്ങനെ ആയിരിക്കാം ഈ ചോദ്യത്തെ നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ, മാറ്റത്തിന്റെ കാറ്റ് അടുത്ത ഇലക്ഷനിൽ വീശുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. സ്വാഭാവികമായിട്ടും മാറ്റത്തിന്റെ അലയൊലി നമ്മുടെ സമൂഹത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. അത് എപ്പോഴാണ് സമ്പൂർണമായ ഒരു മാറ്റത്തിലേക്ക് എത്തുക എന്ന് തീർച്ചയായിട്ടും രാഷ്ട്രീയമായ കണക്കുകൂട്ടലുകളുടെയും സമവാക്യങ്ങളുടെയും അർത്ഥത്തിൽ പൂർണ്ണമായും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിലും ശക്തമായിട്ടുള്ള ഒരു മാറ്റത്തിന്റെ ശബ്ദവും മാറ്റത്തിന്റെ മാറ്റൊലിയും ഈ ഇലക്ഷനിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാതിരിക്കാൻ കഴിയില്ല ജെറാൾഡെ. അത് അതിനുവേണ്ടി നേതൃത്വം കൊടുക്കാൻ കൃത്യമായ രാഷ്ട്രീയ അവബോധത്തോടെ രാഷ്ട്രതന്ത്രജ്ഞതയോടെ നേതാക്കൾ ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു സംവിധാനം, ഒരു മാറ്റത്തിന്റെ സംവിധാനം ഇവിടെ രൂപപ്പെടുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. ചേർത്ത് വെച്ച് പറയേണ്ട ഒരു കാര്യം, ഇരു മുന്നണികളെയും കേരളം മടുത്തു എന്നുള്ളതാണ് വാസ്തവം. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് കളിച്ച് നടത്തി നമ്മുടെ ഈ സമൂഹത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കാൻ ഇരു മുന്നണിക്കും സാധിച്ചു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഇതിനെക്കുറിച്ച് ഗൗരവമായിട്ട് പഠിക്കുന്ന ഒരു വിഭാഗം കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാര്യങ്ങൾ വിലയിരുത്തുവാൻ പക്വതയുള്ള ഒരു സമൂഹം ഡെവലപ്പ് ചെയ്തു വരുന്നത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമുക്ക് കാണേണ്ടത്. ഇനി മൂന്നാമത്തെ ആ മുന്നണിയുടെ പ്രസക്തി എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിച്ചു പോകേണ്ടതാണ്. അതിനോട് ചേർത്ത് വെച്ച് സമയം ഉണ്ടെങ്കിൽ മാത്രം ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഞാൻ ഉദ്ദേശിക്കുന്നത് ക്രൈസ്തവ പെർസെന്റേജ് കൂടുതലുള്ള സംസ്ഥാനങ്ങളിലെ ഭരണത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. അതായത് കേരളത്തിലെ ജനസംഖ്യ 18.38%. മറ്റ് 7 സംസ്ഥാനങ്ങളില് ആൻഡമാൻ നിക്കോബാർ ഉൾപ്പെടെ, ആ സംസ്ഥാനമല്ല എങ്കിൽ തന്നെ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്, ഇവിടങ്ങളിലാണ് കേരളത്തിലുള്ളതിനേക്കാൾ ക്രൈസ്തവ സമൂഹത്തിന്റെ പെർസെന്റേജ് ബേസിലുള്ള മെജോറിറ്റി ഉള്ള സ്ഥലം. നാഗാലാൻഡിലെ 87.93% ക്രിസ്ത്യൻ പോപ്പുലേഷനാണ്. അവിടെ ഭരിക്കുന്നത് NDA മുന്നണിയാണ്. മിസോറാമില് 87.15% ഭരിക്കുന്നത് ഈ മുന്നണിയല്ല, അവിടുത്തെ ലോക്കൽ പാർട്ടി സോറം പീപ്പിൾ മൂവ്മെന്റ് ആണ്. മേഘാലയത്തില് ക്രിസ്തീയ വിഭാഗം എന്ന് പറഞ്ഞാൽ 74.59%. അവിടെ NDA മുന്നണിയാണ് ഭരിക്കുന്നത്. മണിപ്പൂരില് 41.29% ക്രിസ്ത്യാനികളുള്ള സ്ഥലമാണ്. അവിടെ BJP ആണ് ഭരിച്ചിരുന്നത്. പക്ഷെങ്കില് ഫെബ്രുവരി 13 തൊട്ട് അവിടെ പ്രസിഡന്റ് റൂളാണ്. അരുണാചൽ പ്രദേശിൽ 30.26% ക്രിസ്ത്യാനികളാണ് ഉണ്ടായിരുന്നത്. അവിടുത്തെ 60 സീറ്റിൽ 46 സീറ്റും BJPയുടേതാണ്. ഗോവയിൽ 25.10% ആൾക്കാരാണ് ക്രിസ്ത്യാനികളുള്ളത്, ക്രൈസ്തവരുള്ളത്. അവിടെ BJP ഭരിക്കുന്നു. ആൻഡമാൻ നിക്കോബാറില് ആണ് 21.28% ആൾക്കാരാണ് ക്രിസ്ത്യൻസ് ഉള്ളത്. അവിടെയുള്ള MP ഒരു BJP ആണ്. ഈ പശ്ചാത്തലത്തെ വിലയിരുത്തുമ്പോൾ 18.38% എന്തുകൊണ്ടൊരു മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ചിന്തിക്കേണ്ടതും അതിനെപ്പറ്റി വിലയിരുത്തേണ്ടതും സംസ്ഥാനത്തെ BJP നേതൃത്വമാണ്. അത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഇത് പറയുന്നത് ഒരു BJP മയത്തിൽ സംസാരിക്കുന്നതല്ല. ശരിക്കും പ്രവർത്തന നിരതമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ട വ്യക്തമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന ആനുകാലികമായ സംഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഒരു സാക്ഷര സമൂഹത്തില് കാലോചിതമായിട്ട് എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു കാര്യം വളരെ അക്കമിട്ട് പറയാം, പുതുതലമുറയുടെ ഒരു തീരുമാനത്തിന്റെ നിർണായക തീരുമാനം വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. അതുപോലെ തന്നെ കാർഷിക ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളും ചിന്താവിഷയമാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളതും ഒരു കേരളത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ പ്രത്യേകം സൂചിപ്പിക്കുകയുമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് നന്ദി പറയുന്നു. അപ്പോൾ കേരളം ഒരു മാറ്റത്തിന് പരുവപ്പെട്ട് കഴിഞ്ഞു, വയല് കൊയ്ത്തിന് പാകപ്പെട്ട് കഴിഞ്ഞു. കൊയ്യാൻ തയ്യാറാണോ എന്നുള്ള ചോദ്യം രാഷ്ട്രീയക്കാർക്ക് വിട്ടുകൊണ്ട്, നിങ്ങൾക്കും വിട്ടുകൊണ്ട്, നിങ്ങളും കൂടുതൽ രാഷ്ട്രീയ മേഖലയിലേക്ക് വരുമെന്നും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങുമെന്നും ഒക്കെയുള്ള ചിന്ത പങ്കുവെച്ചുകൊണ്ടും ഒക്കെ മറ്റൊരു വിഷയമല്ല, കൃത്യമായിട്ടും സംസ്ഥാന രാഷ്ട്രീയവും കേന്ദ്ര രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം എന്ന വിഷയം ചർച്ച ചെയ്യാൻ ഉടനെ ഇടയാകട്ടെ എന്ന പ്രതീക്ഷയോടെ, നന്ദിയോടെ. താങ്ക് യു.